നമസ്കാരം, ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ബെയ്ലീസ് ചീസ് കേക്കാണ്. ഇത് ഒരു നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉറപ്പുള്ളൊരു റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ചേരുവകൾ വേണമെന്നും എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ഇത് മാരി ബിസ്ക്കറ്റ് ഒരു 200 ഗ്രാംസ് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. ഇത് ബട്ടർ, സോൾട്ടഡ് ബട്ടറാണ്. ഇത് 100 ഗ്രാം ബട്ടറുണ്ട്. നമുക്ക് ഈ ബിസ്ക്കറ്റിലേക്ക് ഈ ബട്ടർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതാണ് ഞാനിപ്പം 200 ഗ്രാംസ് ബിസ്ക്കറ്റ് പൊടിച്ചത് ഒരു 100 ഗ്രാം ബട്ടറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്കിതൊരു ചീസ് കേക്ക് തയ്യാറാക്കുന്ന പാത്രത്തിലോട്ട് ഈ ബിസ്ക്കറ്റ് കൂട്ട് മാറ്റാം. എൻ്റെ ഈ ബിസ്ക്കറ്റും അതുപോലെ ബട്ടറും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തത് ഞാനിങ്ങനെ ഇതിലൊന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഈ പൊട്ടറ്റോ മാഷറോ അല്ലെങ്കിൽ ഒരു കപ്പോ ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇതാ ഞാനിത് ഈ നമ്മൾ ബിസ്ക്കറ്റും അതുപോലെ ബട്ടറും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തത് ഒരു ചീസ് കേക്കിൻ്റെ ഈ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് നിരത്തി വെച്ചു. ഇനി ക്രീം ചീസാണിത്. ഇത് 700 ഗ്രാം ക്രീം ചീസാണ്. ഇത് നമുക്കൊരു വലിയ ബൗളിലേക്ക് പകർത്താം. ക്രീം ചീസ് ഇപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഈ ക്രീം ചീസിലേക്ക് ഇത് 50 ഗ്രാം ഐസിങ് ഷുഗറാണ്. ഇത് 700 ഗ്രാം ക്രീം ചീസാണ്. ഇതിലേക്ക് നമ്മൾ 50 ഗ്രാം ഐസിങ് ഷുഗർ ഇടുന്നു. ഇത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ ഇതും ചേർക്കുന്നു. ഈ ഐസിങ് ഷുഗർ എന്ന് പറഞ്ഞാൽ പഞ്ചസാര പൊടിച്ചതിൽ കോൺഫ്ലവർ ചേർത്തിട്ടുള്ള മിക്സാണ്. അതുകൂടാതെ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വേറെ ചേർക്കുന്നുണ്ട്. ഇത് പ്ലെയിൻ യോഗേർട്ടാണ്. ഇതൊരു 35 ഗ്രാം പ്ലെയിൻ യോഗേർട്ടും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വിപ്ഡ് ക്രീം ചേർക്കണം. ഇത് നല്ല തണുത്ത വിപ്ഡ് ക്രീമാണ്. ഇത് നമ്മൾ ഒരു കപ്പ് വിപ്ഡ് ക്രീമാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഹാൻഡ് മിക്സി യൂസ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഒത്തിരി സമയം മിക്സ് ചെയ്തുകൊണ്ടിരിക്കരുത്. എളുപ്പത്തിലൊന്ന് മിക്സ് ചെയ്തങ്ങ് അവസാനിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഐറിഷ് ക്രീം, ബെയ്ലീസ് ഐറിഷ് ക്രീമാണിത്. ഇതും ചേർക്കണം. ഇത് ബെയ്ലീസ് ക്രീം ചീസാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഇതോടെ ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഈ ബിസ്ക്കറ്റ് ബേസിലേക്ക് ഇത് പകർത്താൻ നമുക്ക് ഇത് നമ്മൾ ഈ തയ്യാറാക്കിയ ബിസ്ക്കറ്റ് കൂട്ടിൻ്റെ മുകളിലോട്ട് ഞാൻ ഈ ക്രീം ചീസ് വെച്ച് നമ്മൾ ഉണ്ടാക്കിയ ആ മിക്സ്ചർ മുകളിലോട്ട് വെച്ചു. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്യണം. സെറ്റ് ആവുന്നിടം വരെ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ബെയ്ലീസ് ചീസ് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മളത് ബേക്ക് ചെയ്യാൻ വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചോക്ലേറ്റ് ടോപ്പിംഗ് ഉണ്ടാക്കണം. ഇതിനായിട്ട് ആദ്യം തന്നെ സോസ് പാനിൽ ഇത് ഫ്രഷ് ക്രീമാണ്, അമൂലിൻ്റെ കുക്കിംഗ് ക്രീമാണ്. ഇത് ചേർക്കാം. ഇത് നമുക്കൊന്ന് തിളയ്ക്കാൻ തുടങ്ങുന്നിടം വരെ നമുക്കൊന്ന് ചൂടാക്കണം. ഇത് 200 ml കുക്കിംഗ് ക്രീമാണ്. ഇത് നമ്മൾ ഒന്ന് ചൂടാക്കി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് തീ നിർത്താം. ഇനി ഇതിലേക്ക് ഇത് ചോക്ലേറ്റ് ആണ്, ഡാർക്ക് ചോക്ലേറ്റ്, കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്, കുക്കിംഗ് ചോക്ലേറ്റ്. ഇത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. ഇത് ഇതിലേക്ക് ചേർത്ത് നമുക്ക് ഇളക്കാം. ക്രീമിന് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ചോക്ലേറ്റ് നന്നായിട്ട് അലുത്ത് കിട്ടും. കണ്ടോ, നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഈ ചോക്ലേറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും. നന്നായിട്ട് മെൽറ്റ് ചെയ്ത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും. ഇതാ ചോക്ലേറ്റ് നല്ല സ്മൂത്ത് ഫ്ലോയിങ് ആയിട്ട് നമുക്ക് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ആദ്യം തന്നെ നമുക്ക് ഒരു ബട്ടർ ക്രീം റെഡിയാക്കണം. അതിനായിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ, ഇത് 100 ഗ്രാം ബട്ടറാണ്. ഇത് 100 ഗ്രാം പഞ്ചസാര പൊടിച്ചതാണ്. ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു ബട്ടർ ക്രീം റെഡിയാക്കി എടുക്കണം. പൗഡേർഡ് ഷുഗറും അതുപോലെ ബട്ടറും നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ ബട്ടർ ക്രീം റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. ഇനി വിപ്ഡ് ക്രീം ചേർത്ത് ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ബട്ടർ ക്രീം തയ്യാറാക്കി അതിലേക്ക് വിപ്ഡ് ക്രീമും അതുപോലെ തന്നെ വാനില എസൻസും ചേർത്തു. ഇനി നമ്മൾ ചോക്ലേറ്റ് നേരത്തെ ഉരുക്കി വെച്ചിട്ടുണ്ടല്ലോ, ഫ്രഷ് ക്രീം വെച്ചിട്ട്, അത് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യാം. ഈ
ഈ ചോക്ലേറ്റ് ടോപ്പിംഗ് റെഡിയാക്കുമ്പോൾ നമ്മൾ കുറച്ച് ബെയിലീസ് ക്രീമും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇതാ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ടോപ്പിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബേക്ക് ചെയ്യാൻ വെച്ചേക്കുന്ന ചീസ് കേക്ക് എടുക്കാം. ഇതാ ഈ ഡാർക്ക് ചോക്ലേറ്റ് ടോപ്പിംഗ് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ആയതിനു ശേഷം നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്യാം. നമ്മളിന്ന് തയ്യാറാക്കിയത് ബെയിലീസ് ചീസ് കേക്കാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 3 hours സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രയാങ്കിൾ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.